വിവാഹശേഷം ഭർത്താവിൻ്റെ പേര് എങ്ങനെയാണ് സ്വന്തം പേരിൻ്റെ കൂടെ ചേർക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെറുതെ നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സിലൊക്കെ സർനെയിമായിട്ട് ഹസ്ബൻഡ് നെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒഫീഷ്യൽ നെയിം ആവുമോ? ഒരിക്കലുമില്ല. കാരണം നെയിമിൻ്റെ കാര്യത്തിൽ ബേസിക് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് SLC ആണ്. സോ അതിലൊരു സ്പെല്ലിംഗ് കറക്ഷൻ ആണെങ്കിലും ഇനീഷ്യൽ ചേഞ്ച് ചെയ്യാനാണെങ്കിലും സർനെയിം ആഡ് ചെയ്യാനാണെങ്കിലും സർനെയിം ചേഞ്ച് ചെയ്യാനാണെങ്കിലും നെയിം എൻ്റർലി ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ എടുക്കണം. ഗസറ്റ് പബ്ലിഷ് ചെയ്ത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെയിമിൽ എന്ത് കറക്ഷൻസ് വേണമെങ്കിലും നമുക്ക് പോസിബിൾ ആവും. അതായത് ഇനി സിംഗിൾ നെയിം ആണെങ്കിൽ അതിൽ സ്പെല്ലിംഗ് കറക്ഷനോ അതല്ലെങ്കിൽ നെയിം എൻ്റർലി ചേഞ്ച് ചെയ്യാനോ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രൂഫും കാര്യങ്ങളൊന്നും സബ്മിറ്റ് ചെയ്യാതെ തന്നെ ഗസറ്റിൽ കൊടുത്ത് നെയിം ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നെയിമിൻ്റെ കൂടെ സർനെയിം ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ സർനെയിമിൽ ചേഞ്ചസോ കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസറ്റിൽ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ കൂടെ അതിന് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള പ്രൂഫ് വേണം. ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് നെയിമിൽ എന്ത് കറക്ഷൻസ് വേണമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. അതായത് സിംഗിൾ നെയിം ആണെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഇനി നെയിം എൻ്റർലി ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി സർനെയിം ആഡ് ചെയ്യാനാണെങ്കിൽ അതായത് വിവാഹശേഷം ഭർത്താവിൻ്റെ പേരാണ് ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് മാരേജ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. നോർമലി ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് നെയിം ചേഞ്ചിങ് ചെയ്യുന്നതിന് നമുക്ക് ആ വ്യക്തിയുടെ ഒഫീഷ്യലും അക്കാഡമിക്കും ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. ഇത് പ്രകാരം നമുക്ക് നെയിമിൽ എന്ത് കറക്ഷൻസ് വേണമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ നെയിമിൽ ചേഞ്ചസ് കൊണ്ടുവരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് പേരിലേക്ക് വേണമെങ്കിലും മാറാൻ പറ്റും. ഇനി സർനെയിം ആഡ് ചെയ്യാനോ സർനെയിം ചേഞ്ച് ചെയ്യാനോ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രൂഫ് വേണം. നോർമലി പേരൻസിൻ്റെ പേരൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. കാരണം നെയിം ചേഞ്ചിങ്ങിൻ്റെ ബേസിക് ഡോക്യുമെൻറ്റ് സ്കൂൾ ഡോക്യുമെൻ്റ് ആണ്. അതിൽ പേരൻസിൻ്റെ നെയിം മെൻഷൻഡ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നെയിം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഭർത്താവിൻ്റെ പേരാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് മാരേജ് സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ടാണ് ഞാൻ മുന്നേ മാരേജ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ് എന്ന് പറയാൻ കാരണം. ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് നെയിം ചേഞ്ചിങ് ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചലാനം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അതിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം പിന്നീട് നമുക്ക് നമ്മുടെ എൻ്റയർ ഡോക്യുമെൻറ്റ്സിലും നെയിം ചേഞ്ചിങ് പോസിബിളാണ്. ഇതുപോലെ നിങ്ങൾക്കും ഗസറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചും നെയിം ചേഞ്ചിങ്ങിനെ കുറിച്ചും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ മൈ ഡോക്കിൻ്റെ ഫ്രീ ഡോക്യുമെൻ്റ് കൺസൾട്ടേഷൻ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിനായി നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളുടെ എക്സ്പേർട്ടായിട്ട് സംസാരിക്കാൻ സാധിക്കും.